ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു കുറുമക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു കുക്കർ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു 3-4 ഗ്രാമ്പൂവും ഒരു പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1.5 സവാളയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള സവാളയായിരുന്നു. അത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി വേണോട്ട് ചേർത്ത് കൊടുക്കാൻ. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുക്കുക, വലുതാണെന്നുണ്ടെങ്കിൽ പകുതി മതിയേ. അതും ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും സവാളയൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് വാടി കിട്ടണം. അതുവരെ ഈ രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിലേക്ക് വേറെ മുളക് പൊടി ഒന്നും ഉപയോഗിക്കണില്ല. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ കുരുമുളക് പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റില്ലേ അത് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയുള്ള ബീഫാണ് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കി എടുക്കണം. കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ 2-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരണ്ടി എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. 1 കപ്പ് അളവിൽ 1-ാം പാലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 കപ്പ് അളവിൽ 2-ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാ ബീഫൊക്കെ കുക്ക് ചെയ്തെടുക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 സ്റ്റീം അടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് എടുക്കുന്നത്. ഇപ്പോൾ 5 വിസിലടിച്ചിട്ട് കുക്കറൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബീഫൊക്കെ നല്ലതുപോലെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാട് മൂപ്പില്ലാത്ത ബീഫായതുകൊണ്ടാണ് 5 വിസിലടിച്ചത്. മൂത്ത ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6-7 വിസിലടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു 20 കഷ്ണണ്ടി പരിപ്പും 15 ബദാം പരിപ്പും ഒരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് നിർബന്ധമില്ല കേട്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവുമെന്ന് മാത്രം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറിയുടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ കറി ഒന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടികട്ടിയുള്ള ഒരു പാത്രം ഒന്ന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണയൊന്ന് നല്ലതുപോലെ ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു 5-6 ചുവന്നുള്ളി ഒന്ന് നല്ലതുപോലെ കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് അരിഞ്ഞ് വെച്ചിരുന്ന കറിവേപ്പില ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇതേപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അങ്ങ് അടത്തിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കറിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് താളിച്ചെടുക്കണം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് 1-ാം പാൽ ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1-ാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് തിളപ്പിക്കരുത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയെങ്കിൽ മാത്രം മതി. നമ്മുടെ ഈ കറിയിൽ ഒരു അല്പം ഉപ്പ് കുറവ് പോലെ ഉണ്ട് കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുള്ളവരാണെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഒന്ന് വിതറി കൊടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ബീഫ് കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.